കൊച്ചി അമൃത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭൗതിക ശരീരത്തിൽ റീത്ത് വയ്ക്കുന്ന ദൃശ്യമാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത്. വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. പറയൂ വിഷ്ണു. SKN മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ആശുപത്രിയുടെ ഇപ്പുറത്തെ കവാടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരല്പസമയം മൃതദേഹം വെക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സലിംകുമാറിന് അന്തിമോപചാരം അർപ്പിക്കാൻ വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയത്തിനകം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിശ്വനാഥും ഇങ്ങോട്ടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കും. ഒരു 10 മിനിറ്റോളം ഇവിടെ ഇങ്ങനെ മൃതദേഹം ഇവിടെ വെക്കും. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വന്ന് കാണുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 8:10, 8:12 കൂടി ഇവിടെ നിന്ന് മൃതദേഹം പറവൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റാളുകളെല്ലാം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടും രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ പറവൂരിലേക്ക് എത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവിടെ വലിയ വിപുലമായ സൗകര്യങ്ങളൊക്കെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മറ്റാരും ഇങ്ങോട്ടേക്ക് എത്തില്ല. ഇനിയിപ്പോൾ സാംസ്കാരിക മന്ത്രി കൂടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്താനുള്ളത്. അതിനുശേഷം അദ്ദേഹം കൂടി അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഭൗതികദേഹം ഇവിടെ നിന്ന് നേരെ പറവൂരിലേക്ക് പോകും. അതിനുവേണ്ടിയുള്ള ആംബുലൻസ് ഒക്കെ ഇവിടെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. ഏകദേശം 9 മണി മുതൽ 1 മണി വരെയാണ് നിലവിൽ പറവൂരിൽ പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. പക്ഷേ അതൊരൽപ്പം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം പറവൂരിലെ ആളുകളുമായി അത്രയധികം വൈകാരിക ബന്ധമുള്ളൊരു മനുഷ്യനാണ്. ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തുമെന്ന കാര്യവും തർക്കമില്ല. അതുകൊണ്ട് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പോലും കൃത്യമായി ബാക്കി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനാകും എന്നാണ് ആന്റോ ജോസഫ് അടക്കമുള്ള ആളുകൾ പങ്കുവച്ചിട്ടുള്ളത്. 1 മണി 1:30 കൂടിയാണ് ലാഫിംഗ് വില്ല. അദ്ദേഹം ഒരുപാട് ആഗ്രഹത്തോടുകൂടി പണികഴിപ്പിച്ച ഒരു വീടാണ് ലാഫിംഗ് വില്ല. ആ ലാഫിംഗ് വില്ലയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കും. അതിനുശേഷം 3:30 കൂടിയാണ് സംസ്കാര നടപടികളൊക്കെ ആരംഭിക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയായിരിക്കും ഈ സംസ്കാര നടപടികളൊക്കെ നടക്കുക എന്നാണ് ഉറപ്പ്. കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന 2 സംസ്ഥാന അവാർഡുകളും ദേശീയ പുരസ്കാരം ഒക്കെ നേടിയ ആളാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ബാക്കി സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളൊക്കെ നൽകേണ്ടത് അനിവാര്യത കൂടിയാണ്. അതുകൂടി ഉണ്ടാവും. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്തുമെന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ അദ്ദേഹം ഇവിടെ എത്തി കുടുംബത്തെ അടക്കം കണ്ടിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ചില സിനിമാ പ്രവർത്തകരും അമ്മയുടെ ഭാരവാഹികളും ഒക്കെ എത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ ഇപ്പോൾ സണ്ണി വെയിനും സുരേഷ് ഗോപിയും ബാക്കി ഗണപതിയെ പോലുള്ള ആളുകളും ഒക്കെയാണ് ഇന്ന് രാവിലെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകും. കേരളത്തെ സംബന്ധിച്ച വലിയ നഷ്ടം. ഒരുപക്ഷെ ചിരിക്കുന്ന സലിംകുമാറിനെ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ സലിംകുമാറിന്റെ ചിരിയില്ലാത്ത മുഖം അത് കേരളത്തിനും അതോടൊപ്പം തന്നെ മലയാളി പ്രേക്ഷകർക്കും ഒക്കെ ഉണ്ടാകുന്ന വിങ്ങൽ സങ്കടം അത് ചെറുതല്ല. ആ സങ്കടത്തെ മറികടക്കാൻ ആ കുടുംബത്തിനാകട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ആ കുടുംബത്തോട് അത്രയധികം വൈകാരികമായ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അല്ലെങ്കിൽ കുടുംബമാണ് തന്റെ ലോകം എന്ന് പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ കുടുംബത്തിന് ഈ വേദന, ഈ വിയോഗം താങ്ങാനാവട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഒപ്പം അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ മുതൽ പറയുന്നുണ്ട്. അത് എത്രത്തോളം പറഞ്ഞാലും തീരില്ല. അത്രമേൽ വലുതാണ് ആ കരിയർ. അത്രമേൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ. അത് ഹാസ്യമേഖലയിൽ മാത്രമല്ല അതിന്റെ ക്യാരക്ടർ റോളിലേക്ക് വന്നാൽ അതിൽ കൂടി അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ, കറുത്ത ജൂതൻ പോലെ, അല്ലെങ്കിൽ അച്ഛനുറങ്ങാത്ത വീട് പോലെ, ആദാമിന്റെ മകൻ അബു പോലെയുള്ള സിനിമകളൊക്കെ നമുക്ക് മുൻപിലുണ്ട്. അദ്ദേഹം രോഗശയ്യയിലാകുന്നത് അമൃത ആശുപത്രിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.